നമസ്കാരം. ദക്ഷിണ കൊറിയയും അമേരിക്കയും സംയുക്ത സൈനികാഭ്യാസങ്ങൾ നടത്തുന്നതിനിടെ ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ വീണ്ടും ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ്. അത് എങ്ങനെയാണെന്നല്ലേ? രണ്ട് പുതിയ വ്യോമ പ്രതിരോധ മിസൈലുകളുടെ പരീക്ഷണം നേരിട്ട് നിരീക്ഷിച്ചുകൊണ്ടാണ് കിം തന്റെ വർദ്ധിച്ചു വരുന്ന സൈനിക ശേഷി ലോകത്തിനു മുന്നിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഈ പരീക്ഷണം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന പിരിമുറുക്കങ്ങൾക്കിടയിൽ കിം ഭരണകൂടത്തിന്റെ പ്രതിരോധ സംവിധാനങ്ങളുടെ പുതിയ ദിശാസൂചന കൂടിയാണ് നൽകുന്നത്. ഡ്രോണുകൾ, ക്രൂയിസ് മിസൈലുകൾ തുടങ്ങിയ വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടാൻ ഈ മിസൈലുകൾക്ക് കഴിയുമെന്ന് പരീക്ഷണം തെളിയിക്കുന്നു. വരാനിരിക്കുന്ന പ്രധാന രാഷ്ട്രീയ സമ്മേളനത്തിന് മുന്നോടിയായി പ്രതിരോധ ശാസ്ത്രജ്ഞർ കിം പ്രധാനപ്പെട്ട ചില നിർദ്ദേശങ്ങൾ നൽകി. എന്നാൽ പരീക്ഷിച്ച മിസൈലുകളുടെ തരം, പരീക്ഷണം നടന്ന സ്ഥലം അല്ലെങ്കിൽ അമേരിക്കയും ദക്ഷിണ കൊറിയയ്ക്കും എതിരെയുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഈ പരീക്ഷണം നടന്നത് ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗരു ഇഷിബയുമായി കൂടിക്കാഴ്ച നടത്താനായി ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ് ജപ്പാനിലേക്ക് പോയ സമയത്തായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ഉത്തര കൊറിയയുടെ ആണവ ഭീഷണികൾ ഉൾപ്പെടെയുള്ള പൊതുവായ വെല്ലുവിളികളെ നേരിടാൻ ഉഭയകക്ഷി സഹകരണവും അമേരിക്കയുമായുള്ള ത്രികക്ഷി പങ്കാളിത്തവും ശക്തിപ്പെടുത്തുമെന്നും ഇരു നേതാക്കളും ഈ കൂടിക്കാഴ്ചയിൽ പ്രതിജ്ഞയെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ലീ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ഉച്ചകോടിക്കായി അമേരിക്കയിലേക്ക് പോകാൻ ഇരിക്കുകയായിരുന്നു. ഈ സൈനിക നീക്കങ്ങൾക്കിടെ കിം ഭരണകൂടം റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുകയാണ്. അമേരിക്കയെ നേരിടുന്ന രാജ്യങ്ങളുമായി ബന്ധം വികസിപ്പിക്കുക എന്ന തങ്ങളുടെ വിദേശ നയത്തിന്റെ ഭാഗമായി റഷ്യയ്ക്ക് മുൻഗണന നൽകുന്നത് തുടരുമെന്നും ഉത്തര കൊറിയ വ്യക്തമാക്കി. ഇതോടെ ആണവായുധ മിസൈൽ പദ്ധതികൾ അവസാനിപ്പിക്കാൻ അമേരിക്കയും ദക്ഷിണ കൊറിയയും നടത്തിവരുന്ന ദീർഘകാല ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമങ്ങൾ പാഴാവുകയാണ്. ഈ സഹകരണം കിമ്മിന്റെ ആണവായുധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന സാങ്കേതിക വിദ്യ റഷ്യയ്ക്ക് കൈമാറാൻ സാധ്യതയുണ്ടെന്ന ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഉത്തര കൊറിയയുടെ പഴകിയ വ്യോമ റഡാർ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്താൻ റഷ്യ സാങ്കേതിക വിദ്യ നൽകിയേക്കാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. ഉത്തര കൊറിയൻ തലസ്ഥാനമായ പ്യോങ്ങിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്താൻ റഷ്യൻ മിസൈലുകളും മറ്റു ഉപകരണങ്ങളും നൽകിയിട്ടുണ്ടെന്നും ദക്ഷിണ കൊറിയയുടെ മുൻ സർക്കാർ നവംബറിൽ അറിയിച്ചിരുന്നു. റഷ്യയ്ക്ക് വേണ്ടി ഉക്രൈനിൽ പോരാടിയ ഉത്തര കൊറിയൻ സൈനികരെ ആദരിക്കുന്നതിനായി കഴിഞ്ഞയാഴ്ച തലസ്ഥാനമായ പോങ്ങിൽ കിം ഒരു ചടങ്ങ് നടത്തിയിരുന്നു. മടങ്ങിയെത്തിയ സൈനികർക്ക് സംസ്ഥാന ഹീറോ പദവികൾ നൽകുകയും വീരമൃത്യു വരിച്ചവരുടെ 101 ഛായാചിത്രങ്ങൾ സമീപം മെഡലുകൾ സ്ഥാപിക്കുകയും ചെയ്തതായും KSA റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ഈ സൈനികർ കിം മഹാനായ പുരുഷന്മാർ അല്ലെങ്കിൽ മഹാനായ വീരന്മാർ, മഹാനായ ദേശസ്നേഹികൾ എന്നാണ് വിശേഷിപ്പിച്ചത്. രാജ്യാന്തര തലത്തിൽ ശ്രദ്ധ നേടുന്ന നീക്കങ്ങളുമായി ഉത്തര കൊറിയ മുന്നോട്ട് വരികയാണ്. ആണവ നിരായുധീകരണ വിഷയങ്ങളിൽ സ്വന്തം നിലപാടുകൾ ഉറച്ചു നിൽക്കുകയും റഷ്യയുമായി തന്ത്രപ്രധാനമായ സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന കിം ഭരണകൂടം രാജ്യത്തിന്റെ പരമാധികാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച